എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കിഴിയിലേക്ക് പോവാം. യെസ്. എന്താണ് അജണ്ട എന്താണ്? മലയാളമായി. ഓക്കെ, ഏറ്റവും കൂടുതൽ മലയാളം കിട്ടുന്നവർ വിജയിക്കട്ടെ. പിന്നല്ല ടൈല് തുടങ്ങാം. യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. റെഡി? മീശ കട്ടിയിലുള്ളത് നന്നായി, വിഷമം മുഖത്ത് വരില്ല. ഫസ്റ്റ് കിഴി ആലപ്പുഴ ജിംഖാന. ഗണപതി ദീപക് പണിക്കരാവുന്നു. ഓക്കെ, ആളുടെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. കൊള്ളാം. തകർക്കും നമ്മൾ. ഒന്ന് ദാവീദ് സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. 26-ാം തീയതി ഒരു പരിപാടിയുണ്ട് ലുലു മാളിൽ വെച്ചിട്ട്. ഫൈറ്റ് നൈറ്റാണ്. അവിടെ വരുന്ന എല്ലാവർക്കും തമ്മിൽ ഫൈറ്റ് ചെയ്യാം. ഇന്ന് ലുലു മാൾ ഫുള്ള് ഓപ്പൺ ആക്കി ഇട്ട് കൊടുക്കും. ഒന്ന് ഫുള്ള് തകർക്കനാണ്. ഇപ്പൊ ആർക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും നേരെ ഓട്ടം ലുലു മാളിലേക്കാ. അയാൾ കുടിക്കുന്നുണ്ടാവുക, പക്ഷെ നല്ല ഫണ്ട് വാങ്ങുന്നുണ്ടാവും. അടുത്തത് ഒരുപാട് ഒരു മിനിമം ഒരു കടയെങ്കിലും തല്ലിപ്പൊളിക്കുന്നു. അടുത്തത് ധൂം ധാം. ഹിന്ദി. ഋഷഭ് സേത് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഫെബ്രുവരി 14-ാം തീയതി, അതായത് വാലന്റൈൻസ് ഡേക്ക് അത് നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യും. ഓക്കെ, ഇതൊരു കോമഡി റൊമാൻസ് പരിപാടിയാണ്. നമ്മുടെ യാമി ഗൗതാണ് ഇതിലെ നായിക. പ്രതീക് ആണ് നായകനായിട്ട് വരുന്നത്. പ്രതീക് ഗാന്ധി ആളാണ് നായകൻ. ഓക്കെ, ഗാന്ധി ഫാമിലിയിൽ നിന്ന് ഒരാള്. അങ്ങനെയാണല്ലോ, ഗാന്ധി കണ്ട അങ്ങനെ പോകും. അതങ്ങനെയാണ്. ധ്രുവ നക്ഷത്രം ചിരിക്കണ്ട. ധ്രുവ നക്ഷത്രം എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ കൊണ്ടുവരുന്ന പറഞ്ഞത്. അതായത് നമ്മുടെ മത ഗജരാജല്ലേ, അതിൻ്റെ വിജയം തനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രചോദനമാണ്. അതുകൊണ്ട് തന്നെ പേടിക്കണ്ട. അതെന്തായാലും അത് സത്യം കേട്ടോ. അതായത് ധ്രുവ നക്ഷത്രം എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിന്റെ സിനിമയായിട്ട് എടുക്കൂല ജനങ്ങൾ. ഒരു 5-6 വർഷമായല്ലോ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിന്റെ വെച്ചിട്ട് അതിനൊരു പ്രത്യേക ഇളവ് കിട്ടും. മോശമാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഉണ്ടാവും. അന്നത്തെ ലെവലിൽ അത് അടിപൊളിയാണെന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായം വരും. അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ എൻജോയ് ചെയ്യും. അടുത്തത് 5-അങ്ക പോര്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അയ്യപ്പൻ ആർനാഥാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. എനിക്ക് ഇതിന്റെ ടൈറ്റിൽ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന സംഭവം പരുന്ത്, പിന്നെ ഒരു പട്ടിയാണെങ്കിലോ മറ്റേ പണ്ടത്തെ നമ്മുടെ കൊള്ളക്കാരില്ലേ ആ രീതിയിൽ കണ്ണും ഇതൊക്കെ മൂടി കെട്ടിട്ട് ടെററാണ്. ഓക്കെ, 2-1 2-1. ഓക്കെ, അടുത്തത് സംക്രാന്തിക്ക് വസ്തുനം. കുഴപ്പമില്ല. നിനക്കല്ലേ? എനിക്കതൊരു ബുദ്ധിമുട്ടുള്ള സംഭവം ആവുന്നില്ല. അതാണ് സംക്രാന്തിക്ക് വസ്തുനം സിനിമയ്ക്ക് സീക്വൽ ഉണ്ടാവും എന്നുള്ളത് അനിൽ രവിപുടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതായത് സെയിം തീമിൽ എന്നാൽ ഡിഫറെന്റ് ട്വിസ്റ്റ്. ഓക്കെ, പിന്നെ സംക്രാന്തിക്ക് തന്നെ ഇതിന്റെ അടുത്ത ഭാഗം വരും. അതായത് നെക്സ്റ്റ് സംക്രാന്തിക്ക് 2026 ജനുവരി 14-ാം തീയതി. നൈസ് വൺ. എന്തായാലും ഈ സംക്രാന്തിക്ക് അവസരം തന്നെയാണ് തൂത്തുവാരിയത്. വെട്രിമാരൻ, ഗൗതം മേനോൻ, ജയം രവി എന്ന് പറയാൻ പറ്റുമോ? പേര് മാറ്റി. രവി എന്തായിരുന്നു? അയ്യോ, ജയം മാറ്റിയിട്ടുണ്ട്. ജയം മാറ്റി. രവി തൽക്കാലം ഇന്നൊരു ദിവസം കൂടി അഡ്ജസ്റ്റ് ചെയ്യും. ജയൻ രവി. എന്താണെങ്കിലും സ്ക്രിപ്റ്റ് അല്ല, വെട്രിമാരന്റെ സ്ക്രിപ്റ്റിൽ ഗൗതം മേനോൻ ഡയറക്റ്റ് ചെയ്ത് ജയൻ രവി നായകനാവുന്നു. അടിപൊളി സ്റ്റോറി എന്നാ പറഞ്ഞോ ഗൗതം മേനോൻ. നല്ല സ്റ്റോറിയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. വർക്ക് നടക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും 2-3 ദിവസമായിട്ട് ഏതോ ഒരു ഇന്റർവ്യൂ കിട്ടിയ സമയത്ത് എല്ലാം പറയുന്നുണ്ട്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് 2-2. ഓക്കെ, പുതിയൊരു പോസ്റ്റർ, അതായത് ഒഫീഷ്യലായിട്ട് വിട്ടതല്ല. അപ്പോൾ എവിടെയോ
ഒട്ടിച്ചതാണ്. ദേ അടിപൊളി പോസ്റ്ററാണ്. കൊള്ളാം. അടുത്ത കേസ് എടുക്കുമെന്ന് തോന്നുന്നു. ആ അടുത്തത് സിനിമ റിലീസിനെത്തുന്നത് 23-ാം തീയതി. ദളപതി 70. ഏയ് യെസ്. ആ ഏക്ക് വലിയ സന്തോഷമൊന്നും വേണ്ട. ഡയറക്ടർ ആരാധന കേട്ടോ, വെങ്കട് പ്രഭു സംവിധാനം ചെയ്യും. പ്ലാനിങ് നടക്കുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് കേട്ടോ. അതെ, എന്താണെന്നുള്ളതൊന്നും ഒഫീഷ്യലി വന്നിട്ടില്ല. അതായത് വിജയുടെ തീരുമാനം മാറുന്നു എന്നുള്ളതാണോ ഇതിലൂടെ മനസ്സിലാക്കുന്നത്? അതൊന്നുമല്ല, അങ്ങനെ വെങ്കട് പ്രഭു ചെയ്യുന്ന ഈ ദയവേത് തന്നെ ചെയ്യണ്ട. ഒന്ന് വന്നത് തന്നെ മതിയായി. എൻ്റെ അമ്മോ, ഇനി സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. കരച്ചിലായിരുന്നു, കൂട്ടക്കരച്ചില് തിയേറ്ററിൽ. സത്യമായിട്ട് പറയാം, അറവുമാടുകളെ കൊണ്ടുവന്ന് നിർത്തുന്നത് പോലെയായിരുന്നു. എന്തായാലും ഒരുപാട് മോശം സിനിമകൾ വേറെ ഉള്ളത് കൊണ്ട് 1-ാം സ്ഥാനത്തിന് അർഹനായിട്ടില്ല. അത് ഭാഗ്യം. അത് മാത്രം ഇതിലൊരു നല്ല കാര്യം. മറ്റുള്ളവർ അതിനേക്കാട്ടിലും മോശം ഇറക്കിയത് കൊണ്ട് രക്ഷപ്പെട്ടു. അയ്യോ, എന്തായാലും 70 ഉണ്ടാവും എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വലിയ ചർച്ചയാവുന്നുണ്ട്. 50-50% സാധ്യതയുള്ള കേട്ടോ. എന്തായാലും കാത്തിരിക്കാം. എന്തായാലും നമ്മളൊക്കെ വിഷമത്തിലായിരുന്നു ആള്. പക്ഷെ അന്നത്തെ ഒരു ചാട്ട 70ലേക്ക് ചാടി നിർത്തിയിട്ടുണ്ടായിരുന്നു അന്നത്തെ വീഡിയോയിൽ. അതുകൊണ്ടൊരു സംശയം. അതായത് ഒരു വീഡിയോ ഇങ്ങനെ കറങ്ങിയിട്ട് ആ വീഡിയോയിൽ ആ ക്ലോക്ക് പോയിട്ട് അത് 70ാമത്തെ നമ്പറിൽ പോയിട്ടാ ചാടി നിന്നത്. എന്തായാലും ആ ചാട്ടം ദൈവത്തെ ഓർത്ത് വെങ്കട് പ്രഭുവിന്റെ അടുത്തോട്ടാവരുത് ആ ചാട്ടം. സത്യമായിട്ട് പറയാം, വേറെ ആരെ വേണമെങ്കിൽ പിടിച്ചോ. എന്തോ ആയിക്കോട്ടെ, പൊട്ടിയാലും എന്തോ ആയിക്കോട്ടെ. ഇനി ബോംബ് വർഷിച്ച് നമ്മളെ ഇല്ലാതാക്കിയാലും വിഷയമല്ല. ആള് സിനിമയിൽ തുടർന്നാൽ മതി. ആദ്യം അതാണ് പറയാനുള്ളത്. അതിനുശേഷമല്ലേ നല്ലത് വരണോ മോശം വരണോ അതൊക്കെ നോക്കാം. ഐഡന്റിറ്റി എന്താണ് ഐഡന്റിറ്റി? 4-2. ഓക്കെ, ഐഡന്റിറ്റി സിനിമയുടെ 3-2 ഇപ്പൊ 4-2. ഐഡന്റിറ്റി സിനിമ തെലുങ്കില് റിലീസ് ആവുന്നുണ്ട് 26-ാം തീയതി. ഓക്കെ, നമ്മുടെ അഖിൽ പോളും അനസ് ഖാനും സംവിധാനം ചെയ്ത സിനിമയാണ്. ടോവിനോ ആയിരുന്നു നായകൻ. തൃഷ, വിനയ് റായ് ഇവർ പ്രധാന വേഷത്തിലുണ്ടായിരുന്നു. വലിയൊരു അഭിപ്രായം നേടാതെ പോയ സിനിമയാണ്. ജയിലർ 2 വിജയം ഉറപ്പിച്ചു. പക്ഷെ ഇനി 2 കിഴി ഉണ്ടല്ലേ? 2 ഇനി 2 കിഴി ഉണ്ട്. ഓക്കെ, പക്ഷെ നേരത്തെ തിരുത്തുണ്ട് കേട്ടോ. 3-2 കേട്ടോ. 3-2. ഒന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ മതി. ദാവീദ്, ഡൊമിനിക്, ഐഡന്റിറ്റി 3 ആയിട്ടുള്ളൂ കേട്ടോ. കേട്ടോ, ഇവിടെ ആലപ്പുഴ ജിംഖാനയും 5 അംഗ പോരും. എന്നാ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നുകൂടി വന്നാൽ ജയിലർ 2. ഇത് മുന്നേ കപ്പടിച്ചെന്നുള്ള രീതിയിലേ ആദ്യം തന്നെ സെലിബ്രേറ്റും ചെയ്തു. ജയിലർ 2 സിനിമ സെപ്റ്റംബർ 10, 2026 റിലീസ് പ്ലാനിങ് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് 2 വരാണ്ട്. കൂലി, പിന്നെ രജനീകാന്തിന്റെ വേറെ കൂലി മാത്രമേ ഉള്ളൂ. കൂലിയല്ലേ ഉള്ളൂ? ആണോ? അത് കഴിഞ്ഞാൽ ജയിലർ ആണല്ലേ? ഓക്കെ, കുറെ വേറെ പ്ലാനുകളൊക്കെ നടക്കുന്നുണ്ട്. മണിരത്നം ഫിലിം പറയുന്നുണ്ട്, കുറെ ഉണ്ട്. വെങ്കട് പ്രഭു പറയുന്നുണ്ട്. ഗ്രനേഡ് അതല്ല ഗ്രനേഡ് എറിഞ്ഞപ്പോഴേ ഇത് പോലും കൊണ്ടുപോകാതെ പറഞ്ഞു നോക്കുമ്പോ അപ്പോൾ അനിരുദ്ധ് അതുപോലെ വെങ്കട് പ്രഭു എന്ന് പറയുമ്പോഴേ ഒന്നുമില്ല പിന്നെ പറയാൻ. അതോടെ തീരെയാണ് സംസാരമൊക്കെ അവിടെ നിൽക്കുകയാണ്. അതെ. ഓ, ഞാൻ മുൻകൂട്ടി പറഞ്ഞാടാ മറ്റേത്. ഇപ്പം 4-2 ഓക്കെ, തുടരും. തുടരും സിനിമയുടെ അതായത് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നു. ജനുവരി 30-നായിരുന്നു. അത് മാറ്റി എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമൻസ്, നിങ്ങൾ മോഹൻലാലിനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് സിനിമയെ തകർക്കാനുള്ള ശ്രമമാണ്, നിങ്ങൾ എന്തൊക്കെയോ വിളിക്കുന്നത്, എന്താ ഈ ഗുഹാൻ ഫാൻസ് എന്തൊക്കെയോ പറയുന്നു. പറയട്ടെ, അതെന്തോട്ടെ. അതല്ല, അങ്ങനെയാണ് നിങ്ങളിന്നോ. പിന്നെ മോഹൻലാലിനെ മനഃപൂർവ്വം താറടിച്ച് കാണിക്കാൻ.
എന്താ സിനിമ റിലീസ് മാറ്റി എങ്ങനെയാ ലാലേട്ടനെ താറടിച്ച് കാണിക്കുന്നത്? അത് ഏത് തലയിൽ കൂടെ പോണ വിവരമാണോ നമുക്ക് അറിഞ്ഞൂടാ. ഒരു സിനിമ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരത് റിലീസ് മാറ്റും, സ്വാഭാവികമായിട്ട്. എത്രയോ സിനിമകൾ. ഇനി അത് പോട്ടെ, ലാലേട്ടന്റെ അതായത് ആശീർവാദാണ് ഇത് നിർമ്മിക്കുന്നതെങ്കിൽ അപ്പൊ വേണമെങ്കിൽ പറയാം, അത് അവരാണല്ലോ മാറ്റുന്നത്, അതെന്താ അത് ശരിയായില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വേറെ പ്രൊഡക്ഷൻ, അത് മൊത്തം തീരുമാനിക്കുന്ന അവരല്ലേ. ഒരു നടൻ അതിന് പിന്നെന്ത്? ലാലേട്ടൻ എന്ത് റോളാ ഉള്ളത്? ലാലേട്ടൻ പറയുന്നു, പൈസ മേടിക്കുന്നു, അഭിനയിക്കുന്നു, പോകുന്നു. പിന്നെ റിലീസും പ്ലാനിങ്ങും ഒക്കെ പ്രൊഡക്ഷൻ ടീമും സംവിധായകരും അവരെല്ലാവരും കൂടി ചെയ്തിട്ട് ചെയ്യേണ്ട സംഭവമാണ്. പിന്നെ നടന്റെ ഒരു അഭിപ്രായവും എടുക്കും, അത്രേ ഉള്ളൂ. അത് ആ രീതിയിൽ അങ്ങനെ അതിന്റെ റിലീസ്. ലാലേട്ടന് ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യത്തിനൊന്നും വാശി പിടിക്കുന്ന ആളേ അല്ല. അല്ലെങ്കിൽ തന്നെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ പോലും ലാലേട്ടൻ എന്താ മോനെ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തോ, അത്രേ ഉള്ളൂ. അതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് മൂപ്പരത് പറഞ്ഞിട്ട് പോണ ആളാ. അല്ലാണ്ട് ഫാൻസിനെ പോലെ ലാലേട്ടനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്ന. എന്തായാലും സമ്പതാണ്, അതായത് ശ്രീധർ പിള്ളை നമ്മളൊക്കെ പറഞ്ഞാലാണല്ലോ ഇപ്പോൾ പ്രശ്നം. ശ്രീധർ പിള്ള അത്യാവശ്യമൊക്കെ ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുന്ന ആളാണ്, ഇൻസൈഡ് ടോക്സ് ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആള് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് OTTയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു, അതിന്റെ ബിസിനസ് ശരിയായിട്ടില്ല. നമ്മളും പറഞ്ഞത് തന്നെയല്ലേ. അതെ, ആള് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എമ്പുരാന് ശേഷമായിരിക്കും തുടരും ഉണ്ടാവാൻ ചാൻസ്. ഇത് നമ്മൾ ഇന്നലെ വേറെ രീതി പറഞ്ഞതാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് പറഞ്ഞുകൂടാ. അതായത് OTTന്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, OTTയിൽ അതായത് ഇയർ എൻഡിലേക്ക് വരുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും വരും OTT പ്ലാറ്റ്ഫോമിലെ എല്ലാവരും. പിന്നെ ജിയോ സിനിമ കുറച്ചുകൂടി മുന്നോട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 15 കോടിക്കെങ്കിലും ബിസിനസ് നടക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇവർ കാത്ത് ചെയ്യുന്നത്. 35 കോടിൻ്റെ അടുത്തോളം ഇതിന് ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ സേഫ് ആക്കണ്ടേ? സിനിമ എപ്പോഴും സേഫ് ആക്കണമല്ലോ. പിന്നെ അതായത് സിനിമ റിലീസിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ള അറിഞ്ഞൂടാ. അല്ല, ഇനിയിപ്പോ വേറെ കാര്യം പറയട്ടെ, ഇനിയിപ്പോ 30-ന് റിലീസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോ, അത് മറ്റൊരു ദിവസം റിലീസ് ചെയ്യാണ്. സിനിമ നല്ലതാണെങ്കിൽ എന്ന് റിലീസ് ചെയ്താൽ എന്ത് പ്രശ്നമല്ല. ഒരു പ്രശ്നമല്ല. സിനിമ വേറെ ഒരു വിഭാഗത്തിന്റെ ചിന്താഗതി ഉണ്ട്. എന്താണെന്നറിയോ? സിനിമയുടെ റിലീസ് മാറുന്നു, അല്ലെങ്കിൽ ഈ രീതിയിൽ OTTയുടെ കച്ചവടം ശരിയായ രീതിയിൽ നടന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സിനിമ മോശമാണ്, ഇതിൻ്റെ പ്രതീക്ഷയും കൂടി ഇല്ലാതാക്കി എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു നെഗറ്റീവ് രീതിയിലൊരു സംഭവം വരുന്നുണ്ട് അതിൽ. അപ്പോൾ നമ്മൾ അതിന് ശ്രമിച്ചു എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ വിചാരിച്ചത്. മനസ്സിലായോ? നമ്മൾ അതിനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് കുറേ ആൾക്കാർ കരുതിയത്. പക്ഷെ നമ്മൾ ശ്രമിക്കുന്നതല്ല, അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് കച്ചവടമാകാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും OTTയിലുള്ള കച്ചവടം കാര്യങ്ങൾ കുറച്ച് ഡള്ളാണ് ഇപ്പോൾ. പണ്ടത്തെ പോലെ എന്തെങ്കിലും കൊണ്ട് കൊടുത്ത OTTക്കാർ എടുത്തിട്ട് പോകുന്നില്ല. ബാന്ദ്രന്ന് ഇപ്പോഴും കച്ചവടം നടന്നിട്ടില്ല. എത്ര സിനിമകൾ സെയിൽ ആവാണ്ടിരിക്കുന്നു. എന്താണെങ്കിലും അടുത്തത് സൗബിൻ DQ മൂവി. കുഴപ്പമില്ല, സിനിമയുടെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ വർഷം ലാസ്റ്റിലേക്ക് തന്നെ ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൂലിയുടെ ലോകേഷ് തീർത്ത് കഴിഞ്ഞാൽ അതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് 4-3. അപ്പം 2 ആയിരുന്നില്ലല്ലോ അതില്. ലാസ്റ്റ് ഇത് ലാസ്റ്റാ. ഓ, കണ്ണപ്പ. ഒരു കിഴിയും കൂടെ ഉണ്ടാവും നോക്കണം. കണ്ണപ്പ സിനിമയുടെ ശിവ ക്യാരക്ടർ പോസ്റ്റർ. ഓക്കെ, എന്തായാലും വിജയ വഴിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു നിങ്ങളുടെ സ്വന്തം റഫു. ജയിച്ചിട്ടുള്ളൂ. നാളെ ദിവസം ഉണ്ടല്ലോ. അല്ല, ഇന്നലെ ഞാൻ ജയിച്ചു പോയി. അതുകൊണ്ട് ഇന്നലെ സമനില ടോട്ടലുള്ളതാണ് നോക്കേണ്ടത്. അതല്ല പറഞ്ഞത്, തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് രണ്ടാമത് ജയിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഓക്കെ, കൊള്ളാം, നൈസ് ആയിട്ടുള്ളത്. വീണ്ടും വിജയപാതയിൽ, അത്രേ ഉള്ളൂ. അത് 2 ദിവസം കൂടി ഉണ്ടാവും, പിന്നെ കരച്ചിലായിരിക്കും. എന്തായാലും അപ്പോ 4-3 അല്ലേ? യെസ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.